തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് മാത്രമല്ല, ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാം. നല്ല രുചിയാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കത്തിൽ പെസ്റ്റിസൈഡിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം ഇതിനകത്ത് സോക്ക് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്ത് വെച്ച് റണ്ണിങ് വാട്ടറിൽ ഒന്നും കൂടെ കഴുകിയതിന് ശേഷം എടുക്കാവുള്ളേ. നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അത് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതാണ്. പച്ചമുളക് 2 പച്ചമുളകാണ്. ഇത് 1 ടേബിൾ സ്പൂൺ പച്ചമുളകുണ്ട്, അരിഞ്ഞതുണ്ട്. പിന്നെ ഇത് തക്കാളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. കുറച്ച് മല്ലിയില, 1 തണ്ട് മല്ലിയില മതി. കറിവേപ്പില അതുപോലെ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട, ഇച്ചിരി തിക്കായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മതി. നമുക്കിതിങ്ങനെ ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാൽ അതങ്ങ് ഒലിച്ചു പോകും. അത്രയും അങ്ങോട്ട് ലൂസാവണ്ട, ഇച്ചിരി തിക്കായിട്ട് മാവാക്കി എടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കൂടെ വേണം തോന്നുന്നു. ഞാൻ ഇത്തിരി കൂടെ ഉപ്പിടുകയാണേ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം എടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് മുറിച്ചെടുക്കാം. ഒരുപാട് തിക്നെസ് വേണ്ട. കഴിക്കുമ്പോൾ നമുക്കത് കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരുപാട് തിന്നായി പോയിട്ടുണ്ടെങ്കിൽ മാവ് പിടിക്കുകയില്ല. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇപ്പം 1 ക്യാപ്സിക്കം മുറിച്ചപ്പോൾ അതൊരു 10 എണ്ണമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ നടുവിലത്തെ പോർഷൻ ഉണ്ടാവും, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പം 1 ക്യാപ്സിക്കാണ്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്തും കൂടെ എടുത്താൽ 2 എണ്ണം എന്തായാലും വേണ്ടി വരും. ഇതിപ്പം അടുപ്പത്ത് വെച്ചിട്ട് അടുത്തത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് തിന്നുമല്ലാത്ത ഒരു പരുവത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ഒരുപാട് തിക്കായാൽ നമുക്കത് കഴിക്കുന്ന സമയത്ത് കടിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതിപ്പം ഒരു തവ വെച്ചിട്ടുണ്ട്. തീ സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം മുറിച്ചതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ സ്പൂൺ ബാറ്റർ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒന്ന് ഫില്ലാക്കി കൊടുക്കണേ. ആ ക്യാപ്സിക്കത്തിൽ മുട്ടണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. തക്കാളിയോ പച്ചമുളകോ മല്ലിയിലോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇടണമെന്നൊന്നും ഇല്ല, വെറുതെ ഒരു ഭംഗിക്ക് ഇടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് ഞാൻ മോക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഒരു വിഷമമാണ്. അവളിപ്പോൾ ഹോസ്റ്റലിലാണ്, ഫുഡ് വളരെ മോശമാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആ സൈഡ് ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരാനുണ്ട്. ഇതിപ്പം ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് എടുക്കാം. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവുക. പിന്നെ കഴിക്കാനും അപ്പോഴും തന്നെയാണ് ടേസ്റ്റ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. ആ ഒരു കളറൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ നല്ല സ്റ്റാർ ആയിക്കോളും. ഇതിപ്പോൾ 6 എണ്ണം ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത സെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കുറച്ചിട്ടിട്ട് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ക്യാപ്സിക്കം ആദ്യം അങ്ങ് വാടിപ്പോകും. ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയിലയും കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
1 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് അങ്ങ് ആക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കോളും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ കൊടുത്തു വിടാം കുട്ടികൾക്കൊക്കെ. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. എല്ലാത്തിനും കൂടെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എളുപ്പത്തിൽ കഴിയുകയും ചെയ്യുമല്ലോ. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. ഇപ്പം ഇത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ടൊമാറ്റോ സോസും മയോണൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് വേണേലും കുട്ടി കഴിക്കാം. അപ്പം ഞാനൊന്ന് എടുക്കുകയാണേ. അത് നമുക്ക് സോസിലൊന്ന് മുക്കി കഴിക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ക്യാപ്സിക്കം ഒന്ന് വാടിയതിൻ്റെ ആ ഒരു രുചിയും ഉള്ളിലത്തെ ആ കൂട്ടും നല്ല രുചിയുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഞാനൊന്ന് മയോണൈസ് കൂട്ടി കഴിക്കട്ടെ. ഇതും ടേസ്റ്റ് ഉണ്ട്. ഇനി ഒന്നും കൂട്ടാതെ വെറുതെ കഴിക്കാനാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഞങ്ങളിതിപ്പോൾ രാവിലത്തേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊരു 2-3 പേർക്ക് കഴിക്കാവുന്നതുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ലഞ്ച് ബോക്സ് റെസിപ്പി, ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയാവുന്ന ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.